മലയാളത്തിന്റെ മഹാതാരമായിട്ടുള്ള സുഡൂട്ടി തീവ്ര മൗലിക ബുദ്ധിയുള്ള ഒരു മതവർഗീയവാദിയാണോ? അക്കാര്യമാണല്ലോ നമ്മളിപ്പോൾ ചോദിക്കുന്നതും പറയുന്നതും. ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഈ സംസാരത്തിന് പിന്നിലുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ലണ്ടനിൽ ജീവിതം കഴിക്കുന്ന ഒരു നായരുണ്ട്. മതവിഷബാധിതരും കണ്ടമാനം കണക്കിന് സാധുക്കളുമായിട്ടുള്ള സുഡാപ്പികളെ പറ്റിച്ച വകയിൽ സമ്പത്ത്, ലണ്ടനിൽ കുണ്ടികുത്തുന്ന പാവപ്പെട്ട പാർട്ടിയുടെ ഒട്ടും തന്നെ പാവപ്പെട്ടവരല്ലാത്ത നേതാക്കളെ വശീകരിച്ച് കൂടെ കൂട്ടി അവർക്ക് മൂക്കുമുട്ട ഊട്ടിക്കൊടുത്ത വകയിൽ സ്വാധീനശേഷി, കനത്ത ആസനങ്ങൾ പേറിയ വകയിൽ ഉന്നതമായിട്ടുള്ള സാമൂഹ്യ മൂല്യം എന്നിവയൊക്കെ സമ്പാദിച്ച ഒരു പേട്ടുനായർ. ഓന്റെ വായ നിറയെ നാക്കാണ്. ആരെയും പറ്റിച്ച് പാട്ടിലാക്കാൻ കഴിയുന്നത്ര തള്ളുശേഷിയുള്ള ഉഗ്രൻ നാക്ക്. ആ നാക്കിന് ഒന്നാന്തരം ലവ് ജിഹാദിന്റെ ഊക്കുണ്ടായിരുന്നു. മാന്യനും മര്യാദക്കാരനും മതേതരനുമായിട്ടുള്ള ഒരു മലയാള മുസൽമാന്റെ ഭാര്യയെ സമൂലം ആ പേട്ടുനായർ ലവ് ജിഹാദ് സമ്പ്രദായത്തിൽ അടിച്ചുകൊണ്ടുപോയി. മാർക്സിസ്റ്റ് ആയിരുന്നു എന്ന ഒരൊറ്റ കുറവും പ്രസ്തുത ലണ്ടൻ നായരെ സ്നേഹിതനാക്കിയെന്ന ഒരൊറ്റ കുറ്റവും മാത്രമേ ആ മനുഷ്യൻ ചെയ്തുള്ളൂ. എന്തായാലും ഭാര്യയും സ്നേഹിതനും സംയുക്തമായി വഞ്ചിച്ചതിന്റെ ആഘാതത്തിൽ അയാൾ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. മലയാള സിനിമയെ മത തീവ്രവാദികൾ പിടിമുറുക്കിയതും മറ്റും ആ മനുഷ്യന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നു. തീവ്ര മതമൗലികവാദിയും നാടൻ താലിബാനിയുമായിട്ടുള്ള ഒരു ഹമാസനന്റെ 2 പടങ്ങളിലാണ് മഹാതാരം അഭിനയിച്ചത്. ആ ഹമാസനന്റെ ഒരു സിനിമ നിർമ്മിക്കാനുള്ള മനസ്സും ഈ മഹാതാരം കാണിച്ചു. ബീവി നഷ്ടം സംഭവിച്ച ഒരു പുയ്യാപ്ലയുടെ മനോവേദനയിൽ നിന്നും പുറത്തു വന്ന സത്യങ്ങൾ മാത്രമാണ് അവ. അല്ലാതെ അതിന് പിന്നിൽ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. ഉള്ളത് തോൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തോറ്റുപോയിട്ടുള്ള ഒരു ജീവിതം മാത്രം. കളിപ്പ് പറ്റിയവന്റെ മനസ്സിലൂറുന്ന പരിശുദ്ധമായിട്ടുള്ള വേദന, സങ്കടം, നിരാശ, ആത്മനിന്ദ, അപമാനം അവയെല്ലാമാണ് ആ സത്യത്തെ പുറത്തു കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ ഈ സത്യങ്ങളൊന്നും പുറത്തു പറയില്ലായിരുന്നു എന്നത് മറ്റൊരു സത്യം. അതിൽ അസ്വാഭാവികമായിട്ടൊന്നും തന്നെയില്ല. കാരണം സ്വന്തം അതിജീവനത്തെക്കാൾ സമൂഹത്തിന് പ്രാധാന്യം കൽപ്പിക്കാൻ അയാളൊരു പോങ്ങനൊന്നുമല്ലല്ലോ, അല്ലേ? എന്തായാലും ഈ സത്യങ്ങളൊന്നും ഏതെങ്കിലും സംഖ്യ പറഞ്ഞതല്ല. മുസൽമാനായ, മാർക്സിസ്റ്റ് ആയിട്ടുള്ള, മാനനഷ്ടം സംഭവിച്ചവനായ ഒരു മനുഷ്യൻ സ്വന്തം ഹൃദയവേദനയിൽ പറഞ്ഞു പോയതാണ് അതെല്ലാം. അത് സംഖ്യകളുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് കമ്മി സുടുക്കളെ തെളിക്കുന്നവന്മാരുടെ കൗശലം ഒന്നുകൊണ്ട് മാത്രമാണ്. സംഘി എന്നത് വെറുക്കപ്പെടേണ്ടതും ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു സാമൂഹ്യ സംജ്ഞയാണെന്ന പൊതുബോധം കമ്മി സുടുക്കൾ ആദ്യം സൃഷ്ടിച്ചെടുത്തു. തുടക്കത്തിൽ ആ സംജ്ഞയുടെ കീഴിലേക്ക് RSSകാരെ അവർ ചേർത്തു. പിന്നീട് ഹൈന്ദവ നാമധാരികളെ ഒന്നാകെ ആ സംജ്ഞയ്ക്ക് കീഴിൽ അവർ കൊണ്ടുവന്നു. ഈ മോഹൻലാലൊക്കെ അവർക്ക് സംഘികളാവുന്നത് അങ്ങനെയാണ്. അതിലേക്ക് നമുക്ക് പിന്നാലെ വരാം. എന്തായാലും സുഡുദാസരായി ഈ കമ്മിപാളയത്തിൽ കിടക്കാത്ത സകലമാന ഹൈന്ദവ നാമധാരികളും അവർക്കിപ്പോൾ സംഘികളാണ്. അതുപോലെ സത്യബുദ്ധിയും യാഥാർത്ഥ്യബോധവും ഒക്കെയുള്ള ക്രൈസ്തവ നാമധാരികളെയും അവർ സംഘികളാക്കി. അതാണ് കൃസംഘികൾ. തലയ്ക്ക് വെളിവുള്ള ചില മുസൽമാന്മാരും ഇന്ന് സംഘികളാണ്. അവരാണ് മുസംഘികൾ. പോങ്ങന്റെ നാവ് കാട് കയറുകയാണെന്നാരും കരുതരുത്. ഇതൊക്കെ ആരെങ്കിലും പറയണം. ഒരുപക്ഷെ ഇത്തരം നിസ്സാരമായ ബാലിശമെന്ന് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ബുദ്ധിജീവികൾക്ക് പ്രത്യേകിച്ചും തോന്നാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ പോകും. ഏതെങ്കിലും ഒരു പോങ്ങൻ, കുറഞ്ഞപക്ഷം ഈ മുത്തുപോങ്ങനെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു ശോഭകേടാണ് എന്ന് പറയുന്ന ഒരു തോന്നലിന്റെ പുറത്താണ് പോങ്ങൻ ഇത് പറയുന്നത്. ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് സുഡൂട്ടിയിലേക്ക് പോകാം. സ്വന്തം കൊള്ളരുതായ്മകളെ മറയ്ക്കാൻ കമ്മികളും സ്വന്തം മതരാഷ്ട്ര ലക്ഷ്യം സാധ്യമാക്കാൻ സുഡാപ്പികളുമൊക്കെ എത്ര സമർത്ഥമായിട്ടാണ് സംഘികളെ പരിചയമാക്കുന്നത്. ആലോചിക്കാൻ വളരെ രസമുള്ള കാര്യമാണ്. കമ്മിസുഡു നേതാക്കൾ അടിമകളായിട്ടുള്ള സ്വന്തം അണിയാന്മാരെ മഹാമഠയരാക്കുന്നത് സംഘികളെ ചൂണ്ടിക്കാണിച്ചാണ്. ഇപ്പോൾ തന്നെ ഈ സുഡൂട്ടിയുടെ പൂച്ച് വെളിച്ചത്താവുമെന്ന ഘട്ടം വന്നപ്പോൾ കമ്മി സുഡുക്കൾ ഒറ്റക്കെട്ടായി അത് സംഘികളുടെ തലയിൽ വെച്ചു. എന്തെങ്കിലും മനസ്സറിവ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു സംഘിക്കുണ്ടോ? ഇല്ല. ഒരു സഖാവിന്റെ ഭാര്യയെ ആ സഖാവിന്റെ സ്നേഹിതനായിട്ടുള്ള ഒരു അന്തംഗമ്മി അടിച്ചു കൊണ്ടുപോയി. സുഡൂട്ടിയുടെ അനുഗ്രഹവും ആശീർവാദവും ലവ് ജിഹാദ് ആചരിച്ച ആ സുഡാപ്പി നായർക്കുണ്ടായിരുന്നു എന്ന് ബീവി നഷ്ടം വന്ന സഖാവ് സമൂഹത്തോട് പറയുന്നു. സഖാവാണ് പറയുന്നത്. ബീവി നഷ്ടം വന്ന സഖാവ് തന്നെയാണ് പറയുന്നത്, സംഖ്യയല്ല. നാടൻ താലിബാനിയായ ഒരു സിമിക്കാരന്റെ കഥ അത് സിനിമയാക്കാൻ സുഡൂട്ടി നിർമ്മാതാവിനെ ഉപദേശിച്ചെന്ന് പറഞ്ഞതും സഖാവ് തന്നെയാണ്. സുഡാപ്പികളുടെ കീശയിൽ കിടക്കുന്ന ആ ലണ്ടൻ നായർക്ക് മൂക്കറ്റം ഊട്ടിക്കൊടുക്കാനുള്ള വിരുതുള്ളതിനാൽ നമ്മുടെ പാർട്ടി നേതാക്കൾ ഇന്ന് ആ സുഡാപ്പി നായരുടെ കീശയിലാണ്. ആ കെട്ട നായരെയും ഈ സുഡൂട്ടിയെയും ഇരുവരെയും സംരക്ഷിക്കേണ്ടത് കമ്മി സുഡു നേതാക്കളുടെ ആവശ്യവും കമ്മി സുഡു അടിമകളുടെ കടമയുമാണ്. അതിപ്പോ ഈ ഉടമകളുടെ ആവശ്യങ്ങളാണല്ലോ അടിമകളുടെ ചുമതല, അല്ലേ? അതുകൊണ്ട്
മുസൽമാനായിട്ടുള്ള ഒരു സഖാവ് പറഞ്ഞ ആരോപണങ്ങൾ സംഘികളുടെ ആരോപണമായി അവർ പൊതുസമക്ഷം അവതരിപ്പിച്ചു. അതോടെ നാടൻ താലിബാനികളുമായിട്ടുള്ള മഹാതാരം സുഡൂട്ടിയുടെ വ്യവഹാരവും ഈ സുഡാപ്പി നായരുടെ ലൗജിഹാദും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും സുഡാപ്പികളും വളരെ സംയുക്തമായി നടത്തുന്ന തീവ്ര ബുദ്ധിയോടുകൂടിയുള്ള സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങളുമൊക്കെ ചർച്ചയാവാതെ നോക്കേണ്ടതും അല്ലെങ്കിൽ അവയെ എല്ലാം പഴയതിലും ഭംഗിയായി നടത്തിക്കൊണ്ട് പോവേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കലുമൊക്കെ ഇനി ഈ കമ്മി സുഡു അടിമകളുടെ ഉത്തരവാദിത്തമായി മാറി. ഈ പോങ്ങനെ പോലുള്ള മൃദു സംസ്കാരികൾക്ക് മനസ്സിലാവാനായി ലളിതമായിട്ടൊന്ന് പറയാം, കണ്ടമാനം ചുരുക്കി തന്നെ. പറച്ചിലിലെ സാങ്കേതിക പിശകുകൾ കാര്യമാക്കരുത്. ഉദാഹരണത്തിൽ ചോദ്യമോ സംശയമോ പാടില്ല എന്നാണ് നിയമം. ഗുണപാഠം മാത്രമേ നോക്കാവൂ കേട്ടോ. ഇനി പറയാം. അതായത് അന്നത്തേക്ക് വേണ്ട അണിയാള പ്രവർത്തനം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു കമ്മി സുഡു അടിമ അതിദാരുണമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നു. അതിദാരുണമായിട്ടുള്ള ഒരു കാഴ്ച. സ്വന്തം ഉടമയായ അല്ലെങ്കിൽ സ്വന്തം യജമാനനായിട്ടുള്ള നേതാവ് തൻ്റെ ഭാര്യയുമൊത്ത് ഒരുമാതിരി രമിക്കുന്ന പരുവത്തിൽ വേഴ്ചപ്പെട്ട് കിടക്കുകയാണ്. അടിമയായ കമ്മിസുഡു വിധേയത്വം മറന്നുകൊണ്ട് വളരെ സ്വാഭാവികമായി ഒന്ന് പല്ലിറുമി, കൈകൾ മുഷ്ടിയാക്കി. അടിമക്കണ്ണനായിട്ടുള്ള കമ്മിസുഡുവിന്റെ പല്ലുകൾ ഇറുകിപ്പൊട്ടുന്ന ശബ്ദം കേട്ട് വേഴ്ചപ്പെട്ട് കിടന്ന മിഥുനങ്ങൾക്ക് ഭോഗവിഘ്നം സംഭവിച്ചു. അതും ദാരുണമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. സംഗതി കിട്ടുന്നുണ്ടോ? കിട്ടിയാൽ വളരെ നല്ലത്. ശരി, സാധാരണ നിലയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ആരായാലും ഒന്ന് ഞെട്ടിത്തെരിക്കേണ്ടതാണ്, അല്ലേ? അതാണ് മര്യാദ, അല്ലെങ്കിൽ അതാണ് നാട്ടുനടപ്പ്, കീഴ്വഴക്കം. എന്നാൽ തങ്ങൾക്ക് മുകളിൽ പല്ലുറുമി നിൽക്കുന്ന അണിയാനെ കണ്ട് ആ മിഥുനങ്ങൾ ഞെട്ടിയില്ല. പകരം അണിയാന്റെ ഉടമയും അണിയാന്റെ അച്ചിയും കിടക്കയിൽ കിടന്ന് വേഴ്ചപ്പെടാനുള്ള തിക്കുമുട്ടലിൽ വീടും കിടപ്പറയും ഒന്ന് പൂട്ടാനുള്ള ജാഗ്രത കാണിക്കാതിരുന്ന കുറ്റത്തിന് പാർട്ടി കീഴ്വഴക്കം അനുസരിച്ച് ഇരുവരും സംയുക്തമായി പരസ്പരം ശാസിച്ചു. പരസ്യശാസന, പരസ്പരമുള്ള ശാസന. ശേഷം വികാര ചോർച്ച സംഭവിക്കാത്ത സ്വരത്തിൽ തന്റെ അടിമയായ കമ്മി സുഡുവിനെ നോക്കി അവന്റെ ഉടമയായ അല്ലെങ്കിൽ യജമാനനായിട്ടുള്ള നേതാവ് പറഞ്ഞു, സംഘികളുടെ കടന്നുകയറ്റത്തിനെതിരെ മലയാളക്കരയെയും ന്യൂനപക്ഷങ്ങളെയും ഒന്നുപോലെ സംരക്ഷിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഞാനും നിന്റെ അച്ചിയും കൂടി ഉഭയസമ്മത പ്രകാരം ഇവിടെ ഈ ഭോഗസമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകം ഓർക്കണം. അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കുക. സംഘികൾക്കെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നീ കാവലാവുക. സംഘികൾക്കെതിരെയുള്ള പോരാട്ടമാണ് സ്വന്തം അച്ചിക്കുമേൽ തന്റെ നേതാവ് അല്ലെങ്കിൽ യജമാനൻ നടത്തുന്നതെന്ന അറിവ് അവനെ അച്ചടക്കമുള്ളവനാക്കും. അതോടെ അച്ചിയെയും തന്റെ യജമാനനെയും ഉദാരമായി മർദ്ദിക്കാൻ ചുരുട്ടിയ മുഷ്ടി ആകാശത്തേക്ക് എറിഞ്ഞുകൊണ്ട് അടിമക്കണ്ണൻ ആവേശത്തോടെ കിടപ്പറയിൽ നിന്ന് അത്യുച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കും. അതായത് ഒരു കമ്മിയാണ് അടിമയെങ്കിൽ ഇൻകുലാബ് സിന്ദാബാദ് ആയിരിക്കും സ്വാഭാവികമായും വിളിക്കുക. ഇനി അടിമയുടെ സ്ഥാനത്ത് ഒരു സുഡുവാണ് ഉള്ളതെങ്കിൽ ബോലോ തക്ബീരനെ, അങ്ങനെ എന്തോ ഉള്ളു, ബോലോ തക്ബീരനോ തക്ബീറോ എന്തോ ഒരു ബീർ, ബോലോ തക്ബീരനെ അങ്ങനെ വിളിക്കും. സംഗതി കിട്ടിയല്ലോ, അത് മതി. ഈ ഹൈന്ദവതയ്ക്കെതിരെ ഭോഗപ്രതിരോധം തീർക്കാൻ സ്വന്തം അച്ചിയുടെ ശരീരം ഒരു സമരപ്പറമ്പായി കണ്ട് തന്റെ നേതാവിന് സമർപ്പിക്കാൻ കഴിയുന്നത്ര ഉളുപ്പറ്റതും കരുത്തുറ്റതുമായിട്ടുള്ള സംഘിവിരോധമാണ് നിലവിൽ ഓരോ കമ്മിസുഡുവും പേറുന്നത്. ഈ ഗതികേടിനെയാണ് കമ്മിസുഡുക്കൾ നിലപാട് എന്ന നിലയിൽ അടയാളപ്പെടുത്തുന്നത്. കിട്ടിയോ? ഇനി നമുക്ക് നമ്മുടെ സുഡൂട്ടിയിലേക്ക് വരാം. ഈ സുഡൂട്ടി ഒരു സിനിമാ നടനാണ്. സിനിമ എന്നാൽ ഒരു കലാരൂപവും നടൻ എന്നാൽ കലാകാരൻ എന്നുമാണ് അർത്ഥം, അല്ലെ? എന്നിട്ടും സുഡൂട്ടിയെ പറ്റി പറയുമ്പോൾ രാഷ്ട്രീയം കടന്നു വരുന്നു, മതം കടന്നു വരുന്നു. കലയിൽ രാഷ്ട്രീയമോ മതമോ ഇല്ല. എന്നിട്ടും സുഡൂട്ടി എന്ന കലാകാരൻ മതത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും സമൂഹ ചർച്ചയെ നയിക്കുന്നു. എന്തുകൊണ്ട്? അതാണ് സർവത്ര നടനത്തിന്റെ പാർശ്വഫലം. സമയം കണ്ടമാനം അതിക്രമിച്ചിരിക്കുന്നു. അതിനാൽ ബാക്കി നാവടി നാളെ. കണ്ടശ നമുക്ക് ഈ സുഡൂട്ടിത്തരങ്ങൾ പറഞ്ഞു തീർക്കാം. നെല്ലും പതിരും തിരിക്കാം. നാട്ടിൽ നല്ലത് മാത്രം തഴയ്ക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും നല്ലതിനെ വളർത്തുന്ന വളമായി തീരാം. നമുക്ക് ഓരോരുത്തർക്കും വിഷത്തെ നിർവീര്യമാക്കുന്ന അമൃതായി മാറാം, അല്ലേ? ശരി, നാളെ കാണാം. എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും നന്മകൾ. 10 മിനിറ്റിനകം സംസാരം ഒതുക്കണം. 10 മിനിറ്റിനകം സംസാരം ഒതുക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം, അതല്ലെങ്കിൽ അതൊരു ആവശ്യം പോലെയായി മാറിയിരിക്കുകയാണ് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ, സഹജീവികൾ
വളരെ വിലപ്പെട്ടതാണ് സമയം എന്നുള്ള ഒരു കാര്യം പോകനെ പഠിപ്പിച്ചു തന്നു. ലോകമെമ്പാടും ഒരു 30 മില്യൺ അങ്ങനെയാണെന്ന് തോന്നുന്നു, അത്രത്തോളം യൂട്യൂബ് ചാനലുകളുണ്ട്. കേരളത്തിൽ തന്നെയുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ. നമുക്കാകെയുള്ളത് 24 മണിക്കൂറും. എല്ലാവർക്കും എല്ലാം കാണേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സമയം സംസാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രേക്ഷകർ സ്കിപ്പികളായി മാറും. അവർ വിട്ടുവിട്ട് കാഴ്ചകൾ മുഴുവൻ ഓടിച്ച് കാണാൻ തുടങ്ങും. ഒരുപാട് പേർ കാണുന്നു എന്നുള്ളതല്ല, കാണുന്നവർ മുഴുവനായും കാണുന്നു. അതാണ് പോകനെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള കാര്യം. സ്കിപ്പിൽ പോയി കഴിഞ്ഞാൽ പറയുന്നതിൽ അർത്ഥവ്യത്യാസം വരും. പിന്നെ മാത്രമല്ല, ഞാൻ ആസ്വദിച്ചാണ് സംസാരിക്കുന്നത്, വളരെ ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ സമൂഹത്തോട് കാണിക്കുന്ന ആത്മാർത്ഥത മറ്റൊന്നിനോടും മറ്റാരോടും തന്നെ കാണിക്കാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, സത്യമായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു സാമൂഹ്യ ജീവിയാണ്. ഈ സമൂഹം നന്നായാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നന്മ എന്നിലും വന്നു ചേരും. ഈ സമൂഹം ദുഷിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലേക്കും ആ ദുഷിപ്പ് പടരും. സ്വാഭാവികമായിട്ടും സമൂഹം എപ്പോഴും നന്നായിട്ടിരിക്കുക, സമൂഹം എപ്പോഴും നല്ലതായി മാറുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഹജീവികൾ സമാധാനവാദികളായാൽ, സമാധാന മതസ്ഥർ എന്നുള്ള അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള സമാധാനത്തെ അല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ ആത്യന്തികമായിട്ടുള്ള നമ്മൾ എന്താണോ സമാധാനം കൊണ്ട് അർത്ഥമാക്കുന്നത്, ആ സമാധാനം ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാ മനുഷ്യർക്കും ജാതി മത ഭേദം കൂടാതെ, വർഗവർണ്ണ ഭേദം കൂടാതെ, ലിംഗഭേദം കൂടാതെ എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഉണ്ടായി വരണം എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പോങ്ങനെ ഇങ്ങനെ നാവടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, യാതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് സംസാരിക്കുമ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കൾ മുഴുവനായിട്ടും കേൾക്കാൻ സാധിക്കണമെങ്കിൽ വളരെ കുറച്ച് ഞാൻ സംസാരിക്കണം, കുറച്ച് സമയം സംസാരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സംസാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഈ സുഡൂട്ടിത്തരങ്ങൾ പല അധ്യായങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതായിട്ട് വരും, എന്നാലേ തീരുള്ളൂ. പക്ഷേ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സുഡൂട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് കാണുന്ന എല്ലാം നൽകിയത്, ഇന്ന് കാണുന്ന ജീവിതം നൽകിയത്, ഇന്ന് കാണുന്ന സമൃദ്ധി നൽകിയത്, ഇന്ന് കാണുന്ന ആഡംബരം നൽകിയത്, ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയത് തീർച്ചയായിട്ടും സിനിമയാണ്. സിനിമ എന്ന് പറയുമ്പോൾ സമൂഹമാണ്. അതേതെങ്കിലും ഒരു മതസ്ഥര് കൊടുത്തതല്ല, സ്വജാതിക്കാർ കൊടുത്തതല്ല, അല്ലെങ്കിൽ സിനിമാക്കാർ കൊടുത്തതല്ല, സമൂഹം കൊടുത്തതാണ്. ജാതി മത വർഗ വർണ്ണ ഭേദം കൂടാതെയുള്ള സമൂഹമാണ്, ഈ സമൂഹമാണ്, ഞാൻ അടങ്ങുന്ന ഈ സമൂഹമാണ് അത് നൽകിയത്. തീർച്ചയായിട്ടും സിനിമയിലൂടെ സുഡൂട്ടി ഈ സമൂഹത്തിന് എന്ത് നൽകുന്നു എന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ സുഡൂട്ടി എന്താണ് ഈ സമൂഹത്തിന് നൽകുന്നത് എന്ന് പരിശോധിക്കാനുള്ള, ചിന്തിക്കാനുള്ള സമയം തീർച്ചയായിട്ടും ഇതാണ്. അതിനുള്ള സമയമായി, സുഡൂട്ടിയുടെ നേരമായി. കൂടുതലൊന്നും പറയുന്നില്ല, നേരമായി. ഞാനിത് തുടരും. സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അല്ല, ഇതേ വിഷയവുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.